വാർത്തകൾ വിശദമായി. കൊച്ചിയിൽ നടിക്കെതിരെ ആക്രമണം നടത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ്. ഇവരിൽ പിടികൂടിയ 3 പേരും കൊടുംകുറ്റവാളികളാണ്. മുഖ്യപ്രതി പൾസർ സുനിയെ കൂടാതെ ഇന്ന് കൊട്ടേഷൻ സംഘങ്ങളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരും പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനി കൊടും ക്രിമിനൽ. ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. പൾസർ സുനിക്കെതിരെ വെളിപ്പെടുത്തലുമായി പ്രമുഖരും രംഗത്തെത്തി. പെട്രോൾ പമ്പ് ആക്രമിച്ച് പണം തട്ടലടക്കം നിരവധി കേസുകളാണ് പൾസർ സുനിക്കെതിരെ നിലവിലുള്ളത്. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലാണ് ഇയാളുടെ പ്രധാന ക്രിമിനൽ പ്രവൃത്തി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ തന്റെ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്ന് നടനും MLA-യുമായ മുകേഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് എന്റെ കൂടെ 1 കൊല്ലം വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ സുനിൽ എന്ന് പറഞ്ഞ ആള്. അന്നത്തെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് വളരെ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ അടുത്ത് ഒരു പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട ബന്ധങ്ങളുള്ള ഒരു ആളാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഒരു ഉപദേശ രൂപേണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കുറച്ചാൾ കാണത്തില്ല, തൽക്കാലം നമുക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല. സിദ്ദീഖ് ലാലിന്റെ ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്രിമിനലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ ഫിലിം കമ്പനിയിൽ വെക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പീപ്പിൾ TV ന്യൂസ് ആൻഡ് വ്യൂസിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ പൾസർ സുനിയെ സംബന്ധിച്ച് തന്റെ അനുഭവം വെളിപ്പെടുത്തിയത് ഇങ്ങനെ: എന്റെ ഭാര്യയ്ക്ക് ഇതേപോലൊരു പ്രശ്നമുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ കാർ വന്നിട്ട് കാറിന് പകരം ഒരു ടെമ്പോ ട്രാവലർ വന്നു. ടെമ്പോ ട്രാവലറിൽ ഷൂട്ടിങ്ങിന് പോയതാണ് എറണാകുളത്ത് 5 കൊല്ലം മുമ്പ് ഒരു പടത്തിൻ്റെ. അപ്പം ആ ടെമ്പോ ട്രാവലിൽ കയറി ഹോട്ടലിൽ രമണ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട്, അപ്പോൾ രമണ ഇന്നിൽ എത്തുന്നതിന് മുമ്പ് ഇത് ലേക്ക് ഷോർ കഴിഞ്ഞ് വീണ്ടും കറങ്ങുകയാണ്. 2-3 പ്രാവശ്യം കറങ്ങിയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, വൈഫ് അയാളുടെ അടുത്ത് എന്താണ് ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിന്നെ വീണ്ടും കൊണ്ട് രമണ ഇന്നിൽ കൊണ്ട് വിടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് രാവിലെ ജോണി സാഹിർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത്, ഇന്ന് കിട്ടാനുള്ള പ്രതി. ഇന്നേ വരെ ഈ 5 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇതാണെന്നും പറഞ്ഞിട്ടൊരു കംപ്ലൈന്റിന്റെ ഒരു കാര്യം പോലും കിട്ടിയില്ല. ഇതോടെ നിരപരാധിയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം പൾസർ സുനിയുടെ ക്രിമിനൽ ആസൂത്രണം തന്നെയെന്ന് ബോധ്യമാകുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. നടി ആക്രമിക്കപ്പെട്ട കേസന്വേഷണത്തിൽ നല്ല പുരോഗതിയുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപ്. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ പറയാനാവില്ലെന്ന് DGP സന്ധ്യയും കൊച്ചിയിൽ പറഞ്ഞു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ പോലീസ് ശക്തമായി ഇടപെട്ടുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊച്ചിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ്. കേസിലെ പ്രധാന പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലാണ് അന്വേഷണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന തകർച്ച വരുത്തി തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോടിയേരി ദില്ലിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കലാകാരികൾക്ക് രാത്രികാലങ്ങളിലുള്ള സുരക്ഷിത യാത്രകൾക്ക് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നടനും MLA-യുമായ മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. നടികൾക്ക് വേണമെങ്കിൽ വനിതാ പോലീസിന്റെ സംരക്ഷണം തേടാം. ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരികെ വാർത്തയിലേക്ക്. ഉത്തർപ്രദേശ് 3ാം-ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിലാണ്. 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശിവപാൽ യാദവും മുലായത്തിന്റെ മരുമകൾ അപർണ യാദവുമാണ് ഇത്തവണ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും പൊരുതാനുറച്ച് രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് AIDMK-യിലെ ശശികല, പനീർശെൽവം വിഭാഗങ്ങൾ. ഔദ്യോഗിക പക്ഷം തങ്ങളാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇരു വിഭാഗങ്ങളും. അതേസമയം പ്രതിപക്ഷമായ DMK-യും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ തുടങ്ങി. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി യോഗം വിലയിരുത്തും. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തും. കേന്ദ്ര ബജറ്റ്, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിലും യോഗത്തിൽ ചർച്ചയുണ്ടാകും. വലിയൊരു വിഭാഗം പത്രപ്രവർത്തകർ പേനയ്ക്ക് പകരം പേഴ്സാണ് ആയുധമാക്കുന്നതെന്ന് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ. മോഹൻലാലിനെതിരെ താൻ പറയാത്ത കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ഈ പ്രവണത ശരിയല്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച മത്തായി മാഞ്ഞൂരാൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി.
ആനുകൂല്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പേനയുടെ പ്രാധാന്യം മറന്നു. പക്ഷേ ഈ പേന കൊണ്ടാണ് താൻ പത്രപ്രവർത്തകനാവുന്നതെന്നുള്ള കാര്യം മറന്നു. മോഹൻലാൽ മുടിയെ തൊട്ടില്ല അതീസുതായി കഴിഞ്ഞു. മാർത്തോമ സഭ വലിയ മെത്രാപ്പൊലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷം നടന്നു. കൺവെൻഷൻ നഗറിൽ 10,000-കണക്കിന് വിശ്വാസികളോടൊപ്പമായിരുന്നു ആഘോഷം. തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കേക്ക് മുറിച്ചു നൽകിയാണ് തിരുമേനി തന്റെ 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കിയത്.